എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? എല്ലാവരും വായിക്കാറുണ്ടോ? ശബ്ദമില്ലാണ്ട് ഇന്ന് മാത്രമാണ് പറയുന്നത് കേൾക്കുള്ളൂ. ശബ്ദം ഉണ്ടാക്കോ? അപ്പൊ ശബ്ദം ഇല്ലാണ്ട് കുറച്ച് നേരം ഇരിക്കണം എല്ലാവരും കേട്ടോ. എല്ലാവരും വായിക്കാറുണ്ടോ? അത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുമ്പോൾ മാത്രമാണോ വായിക്കാറ്? പാഠപുസ്തകങ്ങൾ അല്ലാണ്ടുള്ള വായന ഉണ്ടോ എല്ലാവർക്കും? ഇല്ലെങ്കിൽ നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? ചില ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം എല്ലാവരുടെയും കയ്യില് പുസ്തകങ്ങളെക്കാൾ ഉപരി മൊബൈലുകളായിരിക്കും അല്ലെ? എല്ലാവരും ഒഴിവുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യും? മൊബൈൽ നോക്കി ഗെയിം കളിക്കുക, അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അതിലൊക്കെ എല്ലാവർക്കും താല്പര്യം. പലപ്പോഴും നമ്മൾ വായന എന്ന കാര്യം മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ വായനയുടെ പ്രാധാന്യം, വായനയുടെ വിശാലത, വായനയുടെ മാസ്മരികമായ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളായ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും നിങ്ങളിൽ വായനാശീലം വളർത്തിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം ദിവസങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ വായനാ ദിനത്തില് നമ്മുടെ സ്കൂളിൽ ഒരു വിശിഷ്ട അതിഥിയായിട്ട് നമുക്കൊരു മാഷെ കിട്ടിയിട്ടുണ്ട്. മാഷെ സാധാരണ നമ്മൾ അതിഥി വരുമ്പോൾ മുന്നിലൂടെ വന്നിരിക്കുക ചെയ്യാറ് അല്ലേ? അപ്പൊ മാഷ എന്താ പറഞ്ഞാലോ, ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയോ ചില സർപ്രൈസുകൾ മാഷ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതെല്ലാവരും കാണാനും കേൾക്കാനൊക്കെ തയ്യാറല്ലേ? വളരെ പണ്ട് മുതൽ തന്നെ മാഷ അറിയാം, നമ്മുടെ സ്കൂളിന് അറിയാം, ടീച്ചർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, DPP എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ടീച്ചർക്ക് ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത ആ സമയങ്ങൾ മുതൽക്ക് ടീച്ചർമാർക്ക് ഒരു കോഴ്സ് ഉണ്ടാവാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അത്തരം കോഴ്സുകളിലൊക്കെ ടീച്ചർമാർക്ക് വേണ്ട ക്ലാസ്സുകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ഒരുപാട് അറിവുകളും പറഞ്ഞു തന്നിട്ടുള്ള എല്ലാവരുടെയും പ്രിയങ്കരമായിട്ടുള്ള ഇക്ബാൽ മാഷാണ് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നണം. ഈ ഒരു വേദിയിലേക്ക് നമ്മൾ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇക്ബാൽ മാഷെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ എല്ലാവരും നല്ലൊരു കയ്യിൽ ഒരു നോവലിലെ ഒരു കഥാപാത്രത്തിന് ഞാൻ ആവിഷ്കരിച്ചു. ആർക്കെങ്കിലും പറയാൻ പറ്റും ഏതാണ് ഈ കഥാപാത്രം? നമ്മുടെ നാട്ടുകാരുടെ വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള ഒരു നോവലിലെ വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു രംഗാണ് ഞാൻ ഇവിടെ ആവിഷ്കരിച്ചത്. ആരാണ് ഈ കഥാപാത്രം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ്? റൊട്ടിക്കട്ട കഥാപാത്രത്തിന്റെ പേരെന്താണ്? റൊട്ടിക്കട്ട കഥാപാത്രത്തിന്റെ പേരാണ്. ഒരു ചായപ്പീടിയെന്ന് ചില്ലിൽ സൂക്ഷിച്ച റൊട്ടിയാണ് അയാൾ മോഷ്ടിച്ചത്. എന്തിനാണ് മോഷ്ടിച്ചതെന്ന് അറിയോ? തന്റെ സഹോദരിമാർ, അവരുടെ മക്കൾ പട്ടിണി കിടക്കുകയാണ്. സ്വന്തത്തിന് വേണ്ടി പോലുമല്ല, മറ്റുള്ളവർക്ക് എന്റെ സഹോദരന്മാർ പട്ടിണി കിടക്കുന്നല്ലോ, അവരുടെ ജീവൻ നിലനിർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് മോഷ്ടിക്കുകയല്ല നിവൃത്തിയില്ല എന്ന് ജനങ്ങളോട്. മോഷ്ടിച്ചു കഴിഞ്ഞപ്പോ റൊട്ടി മോഷ്ടിച്ചു കഴിയുമ്പോ തല്ലാണ്, ഇടിയാണ്, ഒഴിയാണ്, ചീത്ത പറച്ചിലാണ്. അതൊക്കെ അനുഭവിച്ചിട്ട് കഥാപാത്രമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ജീൻ വാൽജീൻ എന്നുള്ളൊരു കഥാപാത്രം നിങ്ങൾക്ക് അറിയാം. ജീൻ വാൽജീൻ. ഇയാളെ കഥയൊക്കെ വായിക്കണം. വായിക്കുമ്പോഴാണ് നമ്മള് ഒരു കാലഘട്ടത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പറ്റി നമുക്കറിയാം. അപ്പൊ ഈ വായനയുടെ ഒരു ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ആരെന്താണ് പരിപാടി? വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ ശ്രദ്ധിക്കട്ടോ, കുറച്ച് സമയം. അപ്പൊ വായനാ ദിനാണ് ഞാൻ ആദ്യം ഉദ്ഘാടനം ചെയ്തത്. വായിച്ചു വളരണം, വായിച്ചു വളരണം. ഉറക്കൊന്ന് പാടി നോക്കിയേ. വായിച്ചു വളരണം, വായിച്ചു വളരണം. പുസ്തകം വായിച്ചു വളരണം നമ്മൾ, പുസ്തകം വായിച്ചു വളരണം നമ്മൾ. വായിച്ചു പടരണം, വായിച്ചു പടരണം. പരിസരം വായിച്ചു പടരണം നമ്മൾ, പരിസരം വായിച്ചു പടരണം നമ്മൾ. പടരണം നമ്മൾ, പരിസരം വായിച്ചു പടരണം നമ്മൾ. മാവു വായിക്കണം, തെങ്ങു വായിക്കണം. വനവും വാനവും കടലും വായിക്കണം, വനവും വാനവും കടലും വായിക്കണം. വായിച്ചു വളരണം, വായിച്ചു വളരണം. അതെങ്ങനെ ചൊല്ലണം? വായിച്ചു വളരണം, വായിച്ചു വളരണം. ഒന്ന് കാണിച്ചേ. വായിച്ചു വളരണം, വായിച്ചു വളരണം. പുസ്തകം വായിച്ചു വളരണം നമ്മൾ, പുസ്തകം വായിച്ചു വളരണം നമ്മൾ. പുസ്തകം വായിച്ചു വളരണം നമ്മൾ, പുസ്തകം വായിച്ചു വളരണം നമ്മൾ. വായിച്ചു വളരണം, വായിച്ചു വളരണം. വായിച്ചു ഇങ്ങനെ കാണിക്കാം. വായിച്ചു വളരണം, വായിച്ചു വളരണം. പരിസരം വായിച്ചു വളരണം നമ്മൾ, പരിസരം വായിച്ചു വളരണം നമ്മൾ. പരിസരം വായിച്ചു വളരണം നമ്മൾ. മാവ് വായിക്കണം, തെങ്ങു വായിക്കണം. വനവും വാനവും കടലും വായിക്കണം. പഠിക്കാൻ. മാവ് വായിക്കണം, തെങ്ങു വായിക്കണം. വനവും വാനവും കടലും വായിക്കണം. പുഴയൊഴുകുന്നതും പുഴുവരിക്കുന്നതും, പുഴയൊഴുകുന്നതും പുഴുവരിക്കുന്നതും. പറവതൻ പാറലും, പറവതൻ പാറലും. താളവും കേൾക്കണം, താളവും കേൾക്കണം. വായിച്ചു വളരണം, വായിച്ചു വളരണം. വായിച്ചു വളരണം, വായിച്ചു വളരണം. പുസ്തകം വായിച്ചു വളരണം നമ്മൾ, പുസ്തകം വായിച്ചു വളരണം നമ്മൾ. വായിച്ചു പടരണം, വായിച്ചു പടരണം. ഇന്നലെ പാടിയാ പടരുവോ? വളരെ സാറേ ഒന്ന് എഴുന്നേറ്റുന്നേ. വായിച്ചു വളരണം, വായിച്ചു വളരണം. പുസ്തകം വായിച്ചു വളരണം നമ്മൾ, വളരണം നമ്മൾ. പുസ്തകം വായിച്ചു വളരണം നമ്മൾ. വായിച്ചു പടരണം, വായിച്ചു പടരണം. പരിസരം വായിച്ചു പടരണം നമ്മൾ, പരിസരം വായിച്ചു പടരണം നമ്മൾ. വായിച്ചു വളരണം, വായിച്ചു വളരണം. ഇതിൽ ഞാൻ കുറെ കാര്യം കരയണ്ട കരയണ്ടടാ,
കരഞ്ഞു കരഞ്ഞു നീ കുട്ടാ നിൻ കണ്ണ് കലക്കണ്ടടാ. കരയണ്ട കരയണ്ടടാ കുട്ടാ നീ കരയണ്ട കരയണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ടാ നിൻ കണ്ണ് കലക്കണ്ടടാ. കുട്ടൻ കരഞ്ഞാല് കുട്ടന്റെ അമ്മ കരയുരടാ. കുട്ടൻ കരഞ്ഞാല് കുട്ടന്റെ അമ്മ കരയുരടാ. കുട്ട കരയല്ലട അമ്മടെ നെഞ്ചകം നീറുന്നടാ. കുട്ട കരയല്ലട അമ്മടെ നെഞ്ചകം നീറുന്നടാ. കരയണ്ട കരയണ്ടടാ കുട്ട നീ കരയണ്ട കരയണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. 3 ദിവസമായില്ലേ കുട്ട നിന്റെ അപ്പനും പോയിട്ട്. 3 ദിവസമായില്ലേ കുട്ട നിന്റെ അപ്പനും പോയിട്ട്. എന്താണോ ദൈവമേ കുട്ട നിന്റെ അപ്പനിങ്ങത്താത്തു. എന്താണോ ദൈവമേ കുട്ട നിന്റെ അപ്പനിങ്ങത്താത്തു. കരയണ്ട കരയണ്ടടാ കുട്ട നീ കരയണ്ട കരയണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. അന്തിയ മോന്തിക്ക് മാനത്തെ അമ്പിളി മാമൻ വരും. അന്തിയ മോന്തിക്ക് മാനത്തെ അമ്പിളി മാമൻ വരും. അമ്പിളി മാമൻ വന്ന കുട്ടനൊരു പഞ്ചാരയും തരും. അമ്പിളി മാമൻ വന്ന കുട്ടനൊരു പഞ്ചാരയും തരും. ഹായ് കരയണ്ട കരയണ്ടടാ കുട്ട നീ കരയണ്ട കരയണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. കരഞ്ഞു കരഞ്ഞു നീ കുട്ട നിൻ കണ്ണ് കലക്കണ്ടടാ. താരക്കടില്ലല്ലോ മലയാളം ക്ലബിൽ അത് പഠിച്ചില്ല. ഓരോ പഠിപ്പിക്കാൻ പറ്റൂല. ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കില്ല. ഈ ചെക്കനെ കൊണ്ട് കൊടുക്കും. പക്ഷെ ഞാന് എന്റെ മോനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് ഭയങ്കര സങ്കടമുണ്ട്. തീരാത്ത സങ്കടാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കുക ചെയ്യും. എന്റെ ആ കുട്ടിനെ ഉത്സാഹമായിട്ട് വായിക്കാനും എഴുതാനും പഠിപ്പിക്കും. ഓരോ കാര്യങ്ങളൊക്കെ സുന്ദരമായിട്ട് നടത്താൻ ഞാനും എല്ലാവരും സഹായം ചെയ്യും. പക്ഷെ ഓർക്ക് കിട്ടില്ല ചില സമയത്ത്. എവിടെ പോയി വന്നു ഇവിടെ ഒന്നും കാണാനല്ല. ഈ റൂമിലുണ്ടോ? ഇവിടെ നമ്മൾ പറ്റിക്കാൻ പറ്റി അവിടെ പിടി ഒളിച്ചിരിക്കും. കാണാനില്ലല്ലോ. ഈ റൂമിലുണ്ടോ? കാണാനില്ലല്ലോ. അവിടെ വന്നിട്ടില്ല. അവിടെ വന്നിട്ടില്ല. എവിടെ പോയിണ്ട് കുട്ടി? കാണാനില്ല. കാണാനില്ലല്ലോ. ഓനെ കാണാനില്ലല്ലോ. ഓനെ കാണാനില്ലല്ലോ. ഓനെ കാണാനില്ലല്ലോ. അമ്മ അമ്മ ഞാനിവിടെ ഉണ്ട്. അപ്പത്തെ പരിപാടി അമ്മേ ഞാൻ കുറെ കോഴിമുട്ടകൾ കിട്ടി. അതിന് അടയിരിക്കാണ് അമ്മ. ഞാൻ അടയിരിക്ക കുറെ നേരമായി ഞാൻ ഇരിക്കണേ. ഈ മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടയിരിക്കാൻ. പൊട്ട മനുഷ്യന്മാരെ അടയിരുന്നാല് മുട്ട വരിക. കോഴിയോട് തന്നെ അടവിക്കണം. കോഴി അടയുന്നല്ലാതെ മുട്ട വരിയില്ല. ഇതാരാണ് ഈ കഥ? പിന്നെ രണ്ടാമത്തെ ഈ എടുത്ത് ഭയങ്കര സ്റ്റൈലുണ്ട്. كل الظلام بين الأنام ما قام جهل أكتبه سب نفسا بملء فؤادكم كنتم ترجون في النار ذلكم كنتم ترضون فينا رشدا كنتم ترضون فينا رشدا ينظر Arabic Club. Beautiful, beautiful India. Beautiful. 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 Beautiful.
India. India the beautiful, India the beautiful, India the beautiful, India. Beautiful, beautiful India. Beautiful, beautiful India. India the beautiful, India the beautiful, India the beautiful India. Beautiful, beautiful India. Beautiful, beautiful India. Beautiful, beautiful India. Beautiful, beautiful India. Love is of Himalayas, Ganga Yamuna Kaveri. Love is of Himalayas, Ganga Yamuna Kaveri. India, India, India. India, India, India. Beautiful, beautiful India. Beautiful, beautiful India. India the beautiful, India the beautiful, India the beautiful, India the beautiful, beautiful, beautiful India. Beautiful, beautiful India. Beautiful, beautiful India. Hindu, Muslim, Sikh, Isai, Jaina, Buddha, Parth, Christ. Hindu, Muslim, Sikh, Isai, Jaina, Buddha, Parth, Christ. We are one, we are one, we are one. We are one, we are one, we are one. Hindu, Muslim, Sikh, Isai, Jaina, Buddha, Parth, Christ. Hindu, Muslim, Sikh, Isai, Jaina, Buddha, Parth, Christ. India, India, India. We are one, we are one. India, 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 India. We are one, we are one, India. We are one, we are one, India. India the beautiful, India the beautiful, India the beautiful, India the beautiful, beautiful, beautiful India. Beautiful, beautiful India. Beautiful, beautiful India. Beautiful, beautiful India. നമ്മുടെ ഈ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം അതിഗംഭീരമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. ഓരോ ക്ലബിലെ കൺവീനർമാരും അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള ഒരു ഉപദേശം എല്ലാ ക്ലബ്ബുകൾക്കും നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് വേണ്ടു. ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് മാഷ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ പരിപാടി? അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നമ്മളെ ഇത്രയും സമയം നമ്മൾ സ്വയം മറന്നിരുന്നു പോയി, ഇല്ലേ? നമ്മളെല്ലാം മറന്ന് ആ മാഷയുടെ ആ കഴിവ് ആസ്വദിച്ച് നമ്മളും അതുപോലെ തന്നെ ആവണം. വായനയിലും ഒക്കെ നമ്മൾ മുൻപന്തിയിലാകണം എന്നുള്ള ഒരു തോന്നലുണ്ടായോ? ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇനിയും മാഷെ എല്ലാവർക്കും വേണ്ടിയിട്ട് വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ മാഷ് നമ്മുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത മാഷ്ക്ക് 1000 നന്ദി സ്കൂളിന്റെ പേരിലും കൺവീനർമാരുടെ പേരിലും കുട്ടികളുടെ പേരിലും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്ത സുനന്ദ ടീച്ചർ, എല്ലാവർക്കും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.